ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ജാക്ക് സിംഗിൾ നീഡിൽ മെഷീനിൽ ത്രെഡ് ഇടാൻ പഠിച്ചാലോ? അപ്പൊ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഉത്തരൻ സീയിങ് സിസ്റ്റംസ്. തയ്യൽ മെഷീനെ പറ്റി പറഞ്ഞുതരാൻ പറഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് ആദ്യം എന്നോട് പറഞ്ഞു, നീ ആദ്യം ത്രെഡ് ഇടാൻ പഠിക്കുന്ന. അപ്പോഴേ ഞാനും ഓർത്ത് ത്രെഡ് ഇടുന്നതാണല്ലോ ഏറ്റവും ബേസിക് ആയ കാര്യം. അപ്പൊ ഇപ്പൊ നിങ്ങളിവിടെ കണ്ടോണ്ടിരിക്കുന്നത് എനിക്ക് എന്റെ ഹസ്ബൻഡ് ത്രെഡ് ഇടാൻ പഠിപ്പിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ പഠിച്ചു, ഇനി ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാട്ടോ. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എങ്ങനെയാ ത്രെഡ് ഇടുന്നതെന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ശ്രദ്ധിച്ചു വെച്ചോളൂ. ഈ സെയിം ഓർഡറിൽ വേണം നിങ്ങൾ വിടാനായിട്ട്. ഞാനിവിടെ ഈ നമ്പർ ഇട്ട് പോകുന്നതാണ് നമ്മളുടെ ത്രെഡ് പോകേണ്ട ഓർഡർ. അപ്പൊ ഈ പാർട്സിലൂടെയാണ് ത്രെഡ് നമ്മൾ ഇടേണ്ടത്. ഈ സെയിം ഓർഡറിൽ തന്നെ ഇടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ത്രെഡ് ഇടുന്നത് നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചു തരാം. അപ്പൊ എപ്പോഴും നമ്മൾ ഈ ത്രെഡ് ഇടുന്നത് കറക്റ്റ് ആയിട്ട് ഇടാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ ത്രെഡിന്റെ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് കിട്ടുള്ളൂ. അല്ലെ എപ്പോഴും നമ്മുടെ ത്രെഡ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ത്രെഡ് ഇട്ട് കാണിക്കാം. അപ്പൊ ഫസ്റ്റ് ഈ ഒരു ഹോളിലൂടെയാണ് നമ്മൾ ഇടേണ്ടത്. നമ്മുടെ ത്രെഡ് സ്റ്റാൻഡിൽ വരുന്ന ഹോളാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഈ കാണുന്ന ഈ ഒരു പാർട്ടായാലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ത്രെഡ് ഇടുന്നത്. ഇവിടെയാണെങ്കിൽ അതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ ത്രെഡ് ഇടുന്നത്. അപ്പൊ ഞാനിപ്പോ ഈ ത്രെഡ് ഇടുന്ന സെയിം ഫാഷനിൽ നിങ്ങൾ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാര്യം കഴിയും കേട്ടോ. അപ്പോ ഇനി ഇവിടുന്ന് താഴേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ത്രെഡിന്റെ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു പാർട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന്റെ അകത്ത് ഈ റിങ്ങിന്റെ അകത്തേക്കൂടെ തന്നെ വന്ന് ഇതുപോലെ തന്നെ ആ ഒരു സ്പ്രിങ് ആക്ഷൻ നമുക്ക് കിട്ടണം. എന്നിട്ട് നമ്മൾ മുകളിലോട്ട് പോയിട്ട് വീണ്ടും മുകളിലുള്ള ഈ ഒരു ഹോളിലൂടെ നമ്മൾ ത്രെഡ് ഇടുകയാണ് വേണ്ടത്. ഇനി താഴേക്ക് വരുമ്പോൾ ഈ ഒരു പോർഷനിലേക്കൊക്കെ എത്തുമ്പോൾ പലരും ഇങ്ങനെ സ്കിപ്പ് ചെയ്യണ കാണാറുണ്ട് ചില പാർട്ടുകൾ. അത് സ്കിപ്പ് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് എല്ലാ ഹോളിലൂടെ ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ത്രെഡ് മാറ്റേണ്ട ഒരു ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. അവസാനം നമ്മൾ നീഡിലിന്റെ ഭാഗം വരുമ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഞാനിവിടെ ഇടുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളുടെ ത്രെഡ് ഇടുന്ന കാര്യം. അപ്പൊ ആരും മറക്കണ്ട, നമ്മുടെ ജാക്കിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം വരുന്നത് പാലാരിവട്ടം മാമ്പങ്കലത്താണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മെഷീൻ പുതിയതായി വാങ്ങണമെങ്കിലോ സെയിൽസോ സർവീസോ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും, ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട്. ഞങ്ങളുടെ പുതിയ ചാനൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ പ്ലീസ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഇനിയും ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാക്സിമം ആളുകളിലേക്ക് ഷെയറും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്.